ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആത്മീക സ്ഥാനക്കയറ്റം, സ്പിരിച്വൽ പ്രൊമോഷൻ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക. ഈ വചനത്തിൽ നിന്ന് ഒരു സന്ദേശമാണ് ഞാൻ സ്വീകരിക്കുന്നത്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആത്മീക സ്ഥാനത്ത് നിന്ന്, സ്പിരിച്വൽ പൊസിഷനിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവ് പറയുകയാണ്, ഇവിടെ കയറി വരിക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നു, ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാരായിത്തീരുന്നു. അവർക്കെല്ലാവർക്കും വ്യത്യസ്തമാകുന്ന ഉത്തരവാദിത്തങ്ങൾ വലിയവനാകുന്ന ദൈവം കൊടുക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ തൊഴിലില്ലായ്മയില്ല, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അനുസരിച്ച് അവർക്ക് സ്ഥാനങ്ങളുണ്ട്, പ്ലേസസ് ഉണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെ കർത്താവ് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, 5 വിധ ശുശ്രൂഷകളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അത് പ്രത്യേകമാകുന്ന വിളി ചിലരുടെ മേൽ വരുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാകുന്നു അവർക്ക് ആ സ്ഥാനത്തേക്ക് പ്രവേശനം ലഭിക്കുന്നത്. കോളിംഗ്. അതിനുവേണ്ടി കർത്താവ് അവരെ വിളിക്കുകയാണ്. ഉപദേഷ്ടാക്കന്മാരാകുവാൻ വേണ്ടി, ഇടയന്മാരാകുവാൻ വേണ്ടി ചിലരുടെ മേൽ ദൈവത്തിൻ്റെ കോളിംഗ് വരുന്നു. ആ കോളിംഗ് വരുന്നവർക്ക് ചുമതലകൾ ലഭിക്കുന്നു, ശുശ്രൂഷ ചുമതലകൾ ലഭിക്കുന്നു. ചിലർ ഉപദേഷ്ടാക്കന്മാരായിത്തീരുന്നു, ചിലർ ഇടയന്മാരായിത്തീരുന്നു, ചിലർ സുവിശേഷകന്മാരായിത്തീരുന്നു, മറ്റു ചിലർ പ്രവാചകന്മാരായിത്തീരുന്നു, വേറെ ചിലർ അപ്പോസ്തലന്മാരായിത്തീരുന്നു. അങ്ങനെ 5 വിധ ശുശ്രൂഷകളുണ്ട്. എന്നാൽ എല്ലാ ദൈവമക്കളും, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്ഥാനങ്ങളുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ വിശ്വസ്തരായിരിക്കുകയാണ് എങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവരാജ്യത്തിൽ റാങ്കുകളുണ്ട് എന്ന് തന്നെ പറയുവാൻ കഴിയും. അനേകം ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ചിലരുടെ ടീച്ചിങ് റാങ്ക്, ടീച്ചിങ് പൊസിഷൻ ഉയർന്നതായിരിക്കും. അനേകം ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. എന്നാൽ ചില ഇവാഞ്ചലിസ്റ്റുകൾ അവരുടെ മേലുള്ള അതോറിറ്റി, അധികാരത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് വിശാലമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ മുകളിൽ മുഴുവൻ അവർക്ക് ചിലപ്പോൾ അധികാരമുണ്ടായിരിക്കും. മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു ടെറിറ്ററിയുടെ മുകളിൽ, ഒരു ചെറിയ ടെറിറ്ററിയുടെ മുകളിൽ, ഒരു സ്റ്റേറ്റിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ജില്ലയുടെ മുകളിലായിരിക്കും ആ വ്യക്തിക്ക് അധികാരം, പ്രത്യേകമാകുന്ന അധികാരം ലഭിക്കുന്നത്. അതനുസരിച്ച് അവരുടെ പൊസിഷൻസിന് വ്യത്യാസമുണ്ട്, റാങ്കുകൾക്ക് വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എവിടെയാണ് എങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച നൽകി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റാങ്കിന് ഒരു മാറ്റം വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു ഉയർന്ന പ്രതലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം മുഴങ്ങും, ഇവിടെ കയറി വരിക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ കയറി വരിക. ഈ സ്ഥാനമനുസരിച്ച്
ഓരോ വ്യക്തികളുടെയും പൊസിഷൻ അനുസരിച്ച്, റാങ്ക് അനുസരിച്ച് അവരുടെ മേലുള്ള സുരക്ഷിതത്വത്തിൻ്റെയും അവരുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെയും അവരുടെ മേലുള്ള ശുശ്രൂഷയുടെ ഉത്തരവാദിത്വത്തിൻ്റെ വ്യാപ്തിയുടെ മേലുമൊക്കെ വ്യത്യാസങ്ങൾ വരും. ഉയർന്ന തലത്തിലായിരിക്കുന്ന, ഉയർന്ന റാങ്കിലായിരിക്കുന്ന, ഉയർന്ന പൊസിഷനിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്ന സുരക്ഷിതത്വത്തിന് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദൂതന്മാരുടെ എണ്ണത്തിനും വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങൾ ബോധ്യമായിക്കൊണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു വെളിപ്പാട് സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിജയകരമായിട്ട് നിവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് സ്ഥാനക്കയറ്റം, ആ വ്യക്തിക്ക് ഒരു പ്രൊമോഷൻ, ഒരു സ്പിരിച്വൽ പ്രൊമോഷൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ഇവിടെ കയറി വരിക. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ കയറി വരിക. ഈ സ്ഥാനക്കയറ്റത്തിന് നമുക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിൽ നിന്നാകുന്നു പുറപ്പെടുന്നത്. നമ്മുടെ മേൽ വന്നിരിക്കുന്ന കോളിങ് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ നമുക്ക് ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ, ചിലർക്ക് ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞത്. അവരുടെ മേൽ ആ കോളിങ് വന്നു. അതിന് താല്പര്യമെടുത്തത്, അതിന് തുടക്കം കുറിച്ചത് ആരാകുന്നു? കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അവിടുന്ന് നമ്മളെ കണ്ടു, നമ്മളെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കണമെന്ന് അവിടുന്ന് തീരുമാനിച്ചു. അതിനാൽ അവിടുന്ന് വിളിക്കുകയാണ്. ആ കോളിങ് കർത്താവിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിന് തുടക്കം കുറിക്കുന്നത് കർത്താവാകുന്നു. എന്തിനേറെ പറയുന്നു, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കാർക്കും സ്വയം രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. കർത്താവ് അതിന് തുടക്കം കുറിച്ചത് കൊണ്ടാണ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ആ വാക്യത്തെ വേണമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുവാൻ കഴിയും. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല രക്ഷിക്കപ്പെട്ടത്. യേശു നമ്മെ രക്ഷിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ രക്ഷ സൗജന്യമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞത്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മിൽ വരുന്ന ഈ സ്ഥാനക്കയറ്റം, അതിനും തുടക്കം കുറിക്കുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു സ്ഥാനക്കയറ്റം നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ഇവിടെ കയറി വരിക. ആ ഉയരത്തിലേക്ക് നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ, ഈ സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ അതിനെ ആത്മീക അർത്ഥത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു ഉയരമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന ഒരു പ്രതലത്തിലേക്ക്, ഉയർന്ന ഒരു റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു അവിടേക്കാണ് നമ്മെ വിളിക്കുന്നത്. അവിടേക്ക് നമുക്ക് സ്വയം എത്തിച്ചേരുവാൻ കഴിയുകയില്ല. ഇതാണ് ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത്, ആ ഉയരത്തിലേക്ക് നമുക്ക് സ്വയം എത്തിച്ചേരുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവ വചനത്തിൽ തന്നെ വ്യത്യസ്തമാകുന്ന ദൗത്യങ്ങളിൽ ആയിരുന്നവർക്ക് പിന്നീട് പുതിയ ചുമതലകൾ കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പുതിയ ചുമതലകൾ ഉയർന്ന ഉത്തരവാദിത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. അവിടെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ച സന്ദർഭത്തിൽ യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിലൊരു ചെറിയ പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പിൻ്റെ ഫലമായിട്ട് അവരുടെ നടുവിൽ മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ചിലരെ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാവരും ശിഷ്യന്മാരാണ്. ഈ വർദ്ധിച്ച ജനസമൂഹം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ ജനസമൂഹം മുഴുവൻ അവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ശിഷ്യന്മാരാകുന്നു. ആ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ചിലർക്ക് ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതല കൊടുക്കുകയാണ്. പത്രോസും ശേഷം അപ്പോസ്തലന്മാരും പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എന്നാൽ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ചിലരെ ആവശ്യമാണ്. അങ്ങനെയാണ് ചിലരെ തിരഞ്ഞെടുത്തത്.
7 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ സ്തെഫാനോസും ഉണ്ടായിരുന്നു. ഇവിടെ സ്തെഫാനോസ് സാധാരണ ഒരു ശിഷ്യനായിരുന്ന സ്തെഫാനോസ്, അല്ലെങ്കിൽ സാധാരണ ഒരു ശിഷ്യനായിരുന്ന ഫിലിപ്പോസ്, നിക്കനോർ, തിമോൻ, ഇങ്ങനെ തുടങ്ങിയ സാധാരണ വിശ്വാസികളായിരുന്ന അല്ലെങ്കിൽ സാധാരണ ശിഷ്യന്മാരായിരുന്ന ദൈവത്തിൻ്റെ മക്കളായിരുന്ന ആ വലിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിന് നടുവിലുള്ള ചിലർ അവർക്ക് ഒരു പുതിയ ചുമതല ലഭിക്കുകയാണ്. ആ പുതിയ ചുമതല ഒരു നിലയിൽ പറഞ്ഞാൽ, അന്നത്തെ നിലയിൽ അതൊരു ചെറിയ ചുമതലയായിട്ട് നമുക്ക് തോന്നും. മേശയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഒരു ചുമതല ലഭിക്കുകയാണ്. എന്നാൽ അവിടെ ഒരു ഉയരമുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് ഒരു ഉയരമുണ്ട്, ഒരു സ്ഥാനക്കയറ്റമുണ്ട്. ആ സ്ഥാനക്കയറ്റം അവർക്ക് ലഭിച്ചു. വീണ്ടും അതിൽ തന്നെ സ്തെഫാനോസ് വിശ്വസ്തനായി തീർന്നു കഴിഞ്ഞപ്പോൾ സ്തെഫാനോസ് അതിശക്തനാകുന്ന ഒരു പ്രഭാഷകനായി തീരുകയാണ്. ശക്തനാകുന്ന ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു അഭിഷക്തനായി തീരുകയാണ്. അപ്പോൾ വീണ്ടും ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഇത് ഉയരങ്ങളല്ലേ? തീർച്ചയായിട്ടും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമാകുന്ന ബോധ്യമാണ് നൽകി തരുന്നത്. ഇതൊരു ഉയരമാണ്. ഈ ഉയരത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ ആ ആളിന് ചുറ്റുമുള്ള പല കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദൂതന്മാരുടെ എണ്ണത്തിന് വരെ മാറ്റം സംഭവിക്കുന്നുണ്ട്. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ പറയുകയാണെങ്കിൽ, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പോകുമ്പോൾ 1 തിമോത്തിയോസ് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അധ്യക്ഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുള്ള നിബന്ധനകൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവരും ഈ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ചില പദപ്രയോഗങ്ങൾ, വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട്, ചുമതലകളുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പേരുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, മൂപ്പൻ എന്ന പേര് മലയാളത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മേശയിൽ ശുശ്രൂഷിച്ച് അവരെ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കുന്നു. മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഡീക്കൻസ് എന്നുള്ള വാക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അധ്യക്ഷൻ എന്ന വാക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മൂപ്പന്മാര്, ഡീക്കൻസ്, ഇവർക്കൊക്കെ 5 ഫോൾഡ് മിനിസ്ട്രിയിലേക്ക് കോളിംഗ് ഉള്ളവരല്ല. എന്നാൽ അവർക്കും ഒരു ചുമതല ലഭിക്കുകയാണ്. ദൈവരാജ്യ സംബന്ധമാകുന്ന ഒരു ചുമതല ലഭിക്കുന്നു. ആ ചുമതല ലഭിക്കുമ്പോൾ സ്പിരിച്വലായിട്ട് അവർക്ക് ഒരു പൊസിഷണൽ പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്, ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഒരു കാര്യവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഭൗതിക തലത്തിൽ ഒരു സെക്രട്ടറി ആകുന്നതോ പ്രസിഡന്റ് ആകുന്നതോ അതിനെക്കുറിച്ചല്ല പറയുന്നത്. സ്പിരിച്വലായിട്ട് നിങ്ങളുടെ ആത്മിക ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ആത്മമണ്ഡലത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു പറയും, നിങ്ങളെ ഞാനൊരു പുതിയ സ്ഥാനത്തേക്ക് വിളിക്കുകയാണ്. ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കണ്ണു പതിയുമ്പോൾ, ചില പ്രത്യേക കാര്യങ്ങൾ ആ വ്യക്തിയിൽ കർത്താവ് കാണുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് കർത്താവ് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ അവിടുന്ന് പറയും, ഇവിടെ കയറി വരിക. യേശു പറയുന്ന ആ സ്ഥാനത്തേക്ക് ആ വ്യക്തിക്ക് തനിയെ കയറിപ്പോകുവാൻ കഴിയത്തില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ അടുത്ത ഉയരങ്ങളിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഈ ശബ്ദം കേൾക്കുന്നവർ, ദൈവരാജ്യ സംബന്ധമായി ഏതെങ്കിലും ഒരു ചെറിയ ചുമതലയെങ്കിലും ഇല്ലാത്ത ആരും ഇന്ന് ദൈവരാജ്യത്തിലില്ല. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ദൈവമക്കളായി നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചുമതല പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ദുഃഖകരമാകുന്നൊരു കാര്യമാണ്. ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയിലെങ്കിലും നിങ്ങളത് കണ്ടെത്തണം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഞായറാഴ്ച ചർച്ചിൽ പോകുന്നു, ആരാധനയിൽ ഏറ്റവും പിന്നിലിരുന്ന് പങ്കെടുക്കുന്നു, അതിനുശേഷം വീട്ടിൽ മടങ്ങി വരുന്നു. വേറെ യാതൊരു ആത്മീക ദൗത്യങ്ങളിലും അവർക്ക്
പങ്കില്ല, അവരതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ ഭൗതിക കാര്യങ്ങൾ, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടു പോകുന്നു. അതിനിടയിൽ സമൂഹത്തിലായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാമൂഹിക മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഭാഗമാകേണ്ടത് ആവശ്യമല്ലേ? അതുകൊണ്ട് ഒരു ചർച്ചിൽ ക്രിസ്ത്യാനികളാകുന്നതിനാൽ ഒരു ചർച്ചിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, ആ ചർച്ചിൽ പോകുന്നു, ഏറ്റവും പിന്നിലിരിക്കുന്നു, മടങ്ങി വരുന്നു. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിലില്ല. അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയാണ് നിങ്ങൾ തുടരുന്നത് എങ്കിൽ പരിശോധിച്ചു നോക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായി സ്പിരിച്വലി, ആത്മീകമായി നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഒരു സഭയുടെ ബുക്കിനകത്ത്, അവിടുത്തെ രജിസ്ട്രേഷൻ, അത് അംഗത്വ ലിസ്റ്റുള്ള ആ ബുക്കിനകത്ത് നിങ്ങളുടെ പേര് ഉള്ളതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് എന്ന് ധരിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ദൈവ മക്കളാകുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്നുവെങ്കിൽ ഒരു ആത്മിക ദൗത്യമുണ്ട്. ആ ആത്മിക ദൗത്യമുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളെ കർത്താവ് അടുത്ത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉയരത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ലോകത്തിൽ ഉള്ള പൊസിഷൻസിൽ ഉണ്ടാകുന്ന ഉയരത്തെക്കുറിച്ചേ അല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ, ആത്മീക അന്തരീക്ഷത്തിൽ, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട്, ചുമതലകളുമായി ബന്ധപ്പെട്ട്, ആത്മീക ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ഉയരം തരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വിശ്വസ്തയോടുകൂടെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ കർത്താവ് പറയുകയാണ്, ഇവിടെ കയറി വരിക. ആ ഉയരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ? പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവിടെയാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അടുപ്പം, ഇൻറ്റിമസിയിൽ വർദ്ധിക്കണം. പരിശുദ്ധാത്മാവ് അവിടുന്ന് നമ്മുടെ സഹായകനാകുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് നമ്മുടെ ആലോചനക്കാരനാകുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് നമ്മുടെ ആശ്വാസദായകനാകുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് നമ്മുടെ അഭിഭാഷകനാകുന്നു. പരിശുദ്ധാത്മാവ് അവിടുന്ന് നമ്മെ ശക്തീകരിക്കുന്നവനാകുന്നു. അവിടുന്ന് നമുക്ക് പകരക്കാരനാകുന്നു. എന്തെന്ത് ദൗത്യങ്ങൾ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ! പരിശുദ്ധാത്മാവ് നമ്മുടെ നേതാവാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവാകുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉടമസ്ഥനാകുന്നു. എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. വാടകക്കാരനായിട്ടല്ല, അതിഥിയായിട്ടല്ല, ഉടമസ്ഥനായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ നല്ല പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം, ആ ബന്ധമാണ് നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം സംഭവിക്കുമ്പോൾ യേശു പറയുന്നു, ഇവിടെ കയറി വരിക, അടുത്ത ഉയരത്തിലേക്ക് കയറുക. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങളെ വിശ്വസ്തരെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. നിങ്ങൾ വിജയികളായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. അതിനാൽ അടുത്ത സ്ഥലത്തേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ ഉയരത്തിലേക്ക് ക്ഷണം ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്നു ആ ഉയരത്തിൽ എത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ആ ഉയരത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ നമുക്ക് ആ ഉയരത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ അവിടെ താലന്തുകളുടെ ഉപമ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 12 മുതലുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമ ഞാനത് വായിക്കുന്നു. കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ചു, അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇതാണ് ഈ താലന്തുകളുടെ ഉപമ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് നൽകിത്തരുന്ന ഒരു ഉപമയാണിത്. ഇത് യഥാർത്ഥത്തിൽ റിലം ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ പ്രതലത്തെക്കുറിച്ച്, റിലം ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ പ്രതലത്തെക്കുറിച്ചാണ് ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ ഉപമയിൽ
വെള്ളി ഈ 10 പേർക്ക് കൊടുക്കുകയാണ്. 10 റാത്തൽ കൊടുത്തു. 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. 15-ാം വാക്യത്തിൽ അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തൻ വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 10 ദാസന്മാർക്ക് 10 റാത്തൽ എന്ന് പറയുമ്പോൾ ഓരോ ദാസന്മാർക്ക് ഓരോ റാത്തലാണ്. എല്ലാവർക്കും ഓരോ റാത്തൽ ലഭിക്കുകയുണ്ടായി. അതിലൊരാളാണ് മടങ്ങി എന്ന് പറയുന്നത്. ആ ഒരു റാത്തൽ കൊണ്ട് ആ മനുഷ്യൻ ഈ സമയത്തിൻ്റെ ഉള്ളിൽ 10 റാത്തൽ സമ്പാദിച്ചു. 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാജാവ് അവനോട് പറയുകയാണ്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. റിലം ഓഫ് അതോറിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണ്. അധികാരത്തിൻ്റെ പ്രതലം വിശാലമാകുകയാണ്. ഈ മനുഷ്യൻ ചെറിയ ഒരു സ്ഥാനത്തായിരുന്നു. ആ സ്ഥാനത്തായിരുന്നപ്പോഴാണ് തൻ്റെ പക്കൽ 10 റാത്തലിൽ നിന്ന് ഒരു റാത്തൽ വ്യാപാരം ചെയ്യുവാൻ വേണ്ടി ലഭിച്ചത്. തന്നെ പോലെയുള്ള മറ്റ് 10 പേരുണ്ട്, അവർക്കും ഓരോ റാത്തൽ വെച്ച് ലഭിച്ചു. എന്നാൽ ആ ലഭിച്ചതിൽ, തനിക്ക് ലഭിച്ചതിൽ ഈ വ്യക്തി വിശ്വസ്തനായിരിക്കുകയും ആ ലഭിച്ചതിനെ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യം കാണിക്കുകയും മാത്രമല്ല ആ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് താൻ സമർപ്പിതനായിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാകുന്നു തനിക്ക് 10 റാത്തൽ കൂടെ സമ്പാദിക്കുവാൻ കഴിഞ്ഞത്. 10 റാത്തൽ നിന്ന് ഒരു റാത്തൽ ലഭിച്ച ഈ മനുഷ്യൻ അതിൽ ഒന്ന് വിശ്വസ്തനായിരുന്നു, 2 അത് ഉപയോഗിക്കുന്നതിൽ, വ്യാപാരം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇയാളൊരു വിജയിയായി തീർന്നു. മാത്രമല്ല ഈ കാര്യത്തോട്, രാജാവ് തന്നോട് പറഞ്ഞ ആ കാര്യത്തോട് ഇയാൾ സമർപ്പിതനായിരുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരാകുന്നു, നിങ്ങളെ ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര വിദഗ്ധമായിട്ടാകുന്നു നിങ്ങൾ ഇപ്പോൾ അത് ഉപയോഗിക്കുകയും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും അതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതോടൊന്നിച്ച് തന്നെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എത്രത്തോളം സമർപ്പിതരാകുന്നു. ചെറിയ ദൗത്യമായിരിക്കും കർത്താവ് തുടക്കത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നത്. ആ ചെറിയ ദൗത്യം പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമായിരിക്കും കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ദൈവദാസന്മാരുടെ പേരുകൾ എഴുതി വെച്ച് കൃത്യമായിട്ട് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. രാവിലെ പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു. പിന്നെ ആ കാര്യം നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ വിദഗ്ധരായി തീരുവാൻ സാധിക്കുമെന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ സൂമിലൂടെ മറ്റുള്ളവരെ കൂടെ വിളിച്ചിട്ട് ഈ പ്രാർത്ഥന സജീവമാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലയിൽ ഇത് കുറെ കൂടെ ശക്തമാക്കുവാൻ കഴിയും, ഇഫക്റ്റീവ് ആക്കുവാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ആ അഡ്മിനിസ്ട്രേഷനിൽ, അത് നിങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ വൈദഗ്ധ്യം അതിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ശ്രദ്ധിക്കും. കർത്താവ് അത് കാണുന്നുണ്ട്, കർത്താവ് അത് ശ്രദ്ധിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര കമ്മിറ്റഡ് ആണ്, ഭയങ്കരമായി സമർപ്പിതരാകുന്നു. യേശു ഇത് കാണും. യേശു ഇത് കണ്ടു കഴിഞ്ഞാൽ യേശു പറയും, ഇവിടെ കയറി വരിക, അടുത്ത സ്ഥാനത്തേക്ക് നിന്നെ ഞാൻ ഉയർത്തുകയാണ്, അടുത്ത റാങ്കിലേക്ക് നിന്നെ ഞാൻ ഉയർത്തുകയാണ്. അടുത്ത റാങ്കിലേക്ക് നിന്നെ ഉയർത്തുന്ന സന്ദർഭത്തിൽ നിനക്ക് പല കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കും. നിന്നിലുള്ള ദൗത്യങ്ങൾക്ക് കുറെ കൂടെ മൂർച്ച വർദ്ധിക്കും. നിനക്കുള്ള സംരക്ഷണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. ഒരുപക്ഷെങ്കിൽ ആ ടെറിട്ടറി എക്സ്പാൻഡഡായി വിശാലമാകുന്ന ഒരു സ്ഥലത്തിൻ്റെ മേൽ
അധികാരം ലഭിക്കുന്നു. ഈ അധികാരം തന്നെ ഇവിടെ ഈ ഓരോ റാത്തൽ കൊടുക്കുമ്പോൾ ഈ പല മേഖലകളുടെ മേൽ ദൈവം പലർക്കും വ്യത്യസ്തമാകുന്ന അധികാരങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ മേൽ ദൈവം നിങ്ങൾക്കൊരു അധികാരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നിങ്ങൾക്ക് ഒരധികാരം നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു ഭർത്താവാകുന്നുവെങ്കിൽ ഭാര്യയുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ചിലർക്ക് ദുരാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. മറ്റു ചിലർക്ക് രോഗങ്ങളുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. വേറെ ചിലർക്ക് ചില ദേശങ്ങളുടെ മേലും ചില രാജ്യങ്ങളുടെ മേലും അധികാരം കൊടുത്തിട്ടുണ്ട്. മറ്റു ചിലർക്ക് ഈ സ്ട്രോങ് മാനെ, ബലവാനെ അട്ടിമറിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി അധികാരത്തിൻ്റെ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമാകുന്ന മേഖലകളിൽ അധികാരമുള്ളവരുണ്ട്. എല്ലാവർക്കും എല്ലാത്തിൻ്റെ മേലും കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇന്ത്യയിലായിരിക്കുന്നുവെങ്കിൽ, ഡൽഹിയിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഡൽഹിയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് എങ്കിൽ ദൈവം ഡൽഹിയുടെ മേൽ നിങ്ങൾക്കൊരു അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ല, നിങ്ങളായിരിക്കുന്ന ഒരു സ്ഥലം, പട്ടേൽ നഗറിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മേൽ മാത്രമാണ് നിങ്ങൾക്ക് കർത്താവ് അധികാരം നൽകിയിരിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ വിശ്വസ്തരാകുകയാണെങ്കിൽ കർത്താവ് സ്ഥാനക്കയറ്റം നൽകും. ഡൽഹിയുടെ മേൽ കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകി തരും. മാത്രവുമല്ല, ഇന്ത്യയുടെ മേൽ കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകി തരും. പൊതുവിലുള്ള അധികാരം എല്ലാവർക്കും ബാധകമാണ്. ഞാനീ പറയുന്നത് ഇത് വിശേഷമായിട്ട് നിങ്ങളുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് കർത്താവ് പ്രത്യേകമായി നൽകുന്ന അധികാരമാണ്. പ്രത്യേകമായി നൽകുന്ന റിലം ഓഫ് അതോറിറ്റിയാണ്. അധികാരത്തിൻ്റെ പ്രതലമാകുന്നു. ആ പ്രതലം അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ പ്രതലമാകുന്നു. അവിടെ നിങ്ങൾ വിശ്വസ്തരാകുന്നു എങ്കിൽ, അവിടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ വിദഗ്ധമായി നടപ്പിലാക്കുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ ആ ഉത്തരവാദിത്തത്തിൽ കമ്മിറ്റഡ് ആകുന്നു എങ്കിൽ, കർത്താവ് പറയുന്നത് നിങ്ങളുടെ റിലം ഓഫ് അതോറിറ്റി, നിങ്ങളുടെ അതിനൊരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ പോകുന്നു. തീർച്ചയായിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ റിലം ഓഫ് അതോറിറ്റിക്ക് മാറ്റം സംഭവിക്കുകയാണ്. ഒരു റാത്തൽ കൊണ്ട് നീ 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എങ്കിൽ നിന്നോട് കർത്താവിന് പറയുവാനുള്ളത് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക. രണ്ടാമത്തവൻ വന്നു, 18-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, ഇവനും ആ ഒരു റാത്തൽ കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം 5 റാത്തലാണ് സമ്പാദിക്കുവാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ വ്യക്തി 10 റാത്തൽ സമ്പാദിച്ചു, രണ്ടാമത്തെ വ്യക്തി 5 റാത്തൽ സമ്പാദിച്ചു. അപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിന് അവിടെ പ്രാധാന്യമുണ്ട്. റിസൾട്ടുകൾക്ക് പ്രാധാന്യമില്ല എന്ന് കരുതുന്ന ചിലരുണ്ട്. എന്നാൽ ഈ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, റിസൾട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട്, സ്പിരിച്വൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് റിസൾട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇദ്ദേഹം 5 റാത്തൽ സമ്പാദിച്ചതിനാൽ അദ്ദേഹത്തിനോട് പറയുന്നത്, നീ 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കാം. മറ്റൊരാൾ വന്നു, 20-ാം വാക്യത്തിൽ മറ്റൊരുത്തൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. അവന് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. അവനോട് കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞതെന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പീനെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉള്ളവൻ ഏവനും ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. വ്യാപാരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ലഭിച്ചതിനെ നീ ഉപയോഗിക്കാതിരിക്കുകയാണ് എങ്കിൽ നിനക്ക് സംഭവിക്കുവാൻ പോകുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം പോലും നിനക്ക് നഷ്ടമായി തീരുമെന്നാണ് ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്ക് അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഇത് കോളിംഗ് ഉള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹം പ്രവേശിച്ച സന്ദർഭത്തിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ പ്രവാചകനാകുവാനുള്ള
ഒരു സാധ്യതയാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:1 കാണുവാൻ കഴിയുന്നു. അങ്ങനെ പൗലോസ് തൻ്റെ മേൽ വന്നിരിക്കുന്ന ആ വിളിയോട് റെസ്പോണ്ട് ചെയ്തു. അതിനെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം അദ്ദേഹത്തെ അയച്ചു. ഒരു സുവിശേഷകനായിട്ട് അയക്കപ്പെടുകയാണ്. പ്രവാചകനോ ഉപദേഷ്ടാവോ ആയിരുന്ന പൗലോസ് ഇപ്പോൾ സുവിശേഷകനായിട്ട് പുറപ്പെട്ടു പോകുന്നു. എന്നാൽ 14-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ആദ്യമായിട്ട് പൗലോസിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. പൗലോസും ബർന്നബാസും അവിടെ വളരെ കാലം പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. കണ്ടോ, ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണ്. അവരിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ വിശാലമാകുവാൻ തുടങ്ങി. 4-ാം വാക്യത്തിൽ, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തോലന്മാരുടെ പക്ഷത്തിലും ആയി. ആദ്യമായിട്ടാണ് ഇവിടെ പൗലോസിനെ അപ്പോസ്തോലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു പ്രമോഷനാണ് എന്ന് വളരെ വ്യക്തമാണ്. ഈ 5-fold മിനിസ്ട്രിയിലായിരിക്കുന്നവർക്കും അവർക്കും അധ്യാപകനാകുന്നു, നിങ്ങൾ ഉപദേഷ്ടാവാകുന്നുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ സുവിശേഷകൻ്റെ ഓഫീസിലേക്ക് പ്രൊമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തന്മാരാകുന്നുവെങ്കിൽ ഒരു സ്ഥാനക്കയറ്റത്തെ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 5-fold മിനിസ്ട്രിയിലേക്ക് വിളിയുള്ളവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ദൈവമക്കളും, എല്ലാ ശിഷ്യന്മാരും ഉത്തരവാദിത്തങ്ങളുള്ളവരാകുന്നു. അവർക്കെല്ലാവർക്കും കർത്താവ് ഒരു പുതിയ ഉയരത്തെ നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇവിടെ കയറി വരിക. പരിശുദ്ധ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ ജനത്തെ അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ധാരാളമായ ആശീർവാദങ്ങളാൽ നിറയ്ക്കണമേ. ഈ ദിനങ്ങളിൽ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ മുന്നേറുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ പ്രമോഷൻ സംഭവിക്കട്ടെ, ഒരു ആത്മീക സ്ഥാനക്കയറ്റം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഠിനമാകുന്ന മൈഗ്രെയിൻ തലവേദന ഉള്ള വ്യക്തി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കണ്ണുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാറാരോഗങ്ങൾ, മരണകരമാകുന്ന രോഗങ്ങൾ ശരീരം വിട്ടുപോകട്ടെ. ആയുസ്സിനെ ഇല്ലാതെയാക്കുന്ന എല്ലാ ശക്തികളും, മരണത്തിൻ്റെ ശക്തികൾ ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കം അനുഭവിക്കുന്നവരുടെ ഉള്ളങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. സ്വസ്ഥതയും സമാധാനവും കൊടുക്കണമേ. പുതുവഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവരാജ്യത്തിൽ വിതയ്ക്കുവാൻ തക്കവണ്ണം അവരുടെ പക്കൽ സമൃദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ, പുതുവഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഉയരങ്ങളിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണം, ഷെയർ ചെയ്യുവാൻ മറന്നുപോകരുത്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.